എല്ലാ വിദ്യാർത്ഥികൾക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഈ വർഷത്തെ +1 ഹയർ സെക്കൻഡറി തേർഡ് അലോട്ട്മെൻറ്റ് റിസൾട്ട് പ്രസിദ്ധീകരിച്ചു. അലോട്ട്മെൻറ്റ് ലഭിച്ച വിദ്യാർത്ഥികൾക്കുള്ള അഡ്മിഷൻ നാളെ മുതൽ ആരംഭിക്കും. നാളെ രാവിലെ, അത് ജൂൺ 16-ാം തീയതി രാവിലെ 10 മണി മുതൽ ജൂൺ 17-ാം തീയതി വൈകുന്നേരം 5 മണി വരെയാണ് വിദ്യാർത്ഥികൾക്ക് ഹയർ സെക്കൻഡറിയുടെ അഡ്മിഷൻ ഉള്ളത്. അപ്പോൾ വിദ്യാർത്ഥികൾക്ക് തേർഡ് അലോട്ട്മെൻറ്റിൽ ആദ്യമായിട്ടോ അല്ലെങ്കിൽ തേർഡ് അലോട്ട്മെൻറ്റിൽ പുതുതായിട്ട് മറ്റൊരു ഓപ്ഷനിലേക്കോ അലോട്ട്മെൻറ്റ് ലഭിച്ച വിദ്യാർത്ഥികളും, അതുപോലെ തന്നെ തേർഡ് അലോട്ട്മെൻറ്റിൽ അലോട്ട്മെൻറ്റ് കിട്ടാതെ ഫസ്റ്റ് അലോട്ട്മെൻറ്റിലോ സെക്കൻഡ് അലോട്ട്മെൻറ്റ് കിട്ടി ടെമ്പററി അഡ്മിഷൻ നേടിയിട്ടുള്ള വിദ്യാർത്ഥികളും, അലോട്ട്മെൻറ്റ് നിങ്ങൾ എവിടെയാണോ നിലവിലെ ടെമ്പററി അഡ്മിഷൻ ഉള്ളത് അവിടെ പോയിട്ട് നാളെ പോയിട്ട് പെർമനൻറ്റ് അഡ്മിഷൻ ഫീസ് അടച്ച് പെർമനൻറ്റ് അഡ്മിഷൻ എടുക്കേണ്ടതാണ്. അലോട്ട്മെൻറ്റ് ലഭിച്ച വിദ്യാർത്ഥികൾ പെർമനൻറ്റ് അഡ്മിഷൻ നേടിയിട്ടില്ല എങ്കിൽ അലോട്ട്മെൻറ്റ് പ്രോസസ്സിൽ നിന്നും നിങ്ങളെ പുറത്താക്കുന്നതായിരിക്കും. അപ്പോൾ വിദ്യാർത്ഥികൾക്ക് ഈ വർഷത്തെ +1 ഹയർ സെക്കൻഡറിയുടെ തേർഡ് അലോട്ട്മെൻറ്റ് ലെറ്റർ എങ്ങനെ പൂരിപ്പിക്കാം എന്നുള്ളതാണ് ഈ ഒരു വീഡിയോയിൽ. അപ്പോൾ വിദ്യാർത്ഥികൾ ആദ്യം തന്നെ ഈ ഒരു അലോട്ട്മെൻറ്റ് ലെറ്റർ എവിടെയാണ് കിട്ടുക എന്നുള്ളത് നിങ്ങൾക്കൊരു ഡൗട്ട് ഉണ്ടാവും. അപ്പോൾ നിങ്ങൾ ആദ്യം തന്നെ HSCAP വെബ്സൈറ്റ് ഓപ്പൺ ചെയ്യുക. അതിനുശേഷം നിങ്ങൾ കാൻഡിഡേറ്റ് ലോഗിൻ ചെയ്യുക. കാൻഡിഡേറ്റ് ലോഗിൻ നിങ്ങളുടെ ആപ്ലിക്കേഷൻ നമ്പറും പാസ്വേഡും ജില്ലയും കൊടുത്ത് ലോഗിൻ ചെയ്യുക. ലോഗിൻ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാൻ പറ്റുന്നതാണ് തേർഡ് അലോട്ട്മെൻറ്റ് റിസൾട്ട് എന്ന് പറഞ്ഞുകൊണ്ട് കാണാം. സ്പോർട്സ് കോട്ടയാണെങ്കിൽ ഈ ഒരു സെക്കൻഡ് അലോട്ട്മെൻറ്റ് സ്പോർട്സ് എന്ന് പറഞ്ഞുകൊണ്ടാണ് ലിങ്ക് ഉണ്ടാവുക. അപ്പോൾ നിങ്ങൾ അതിൽ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ അതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ പിന്നീട് വ്യൂ അലോട്ട്മെൻറ്റ് ലെറ്റർ എന്ന് പറഞ്ഞുകൊണ്ട് ലിങ്ക് കാണാം. അതിൽ ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ വിദ്യാർത്ഥികൾക്ക് നിങ്ങളുടെ അലോട്ട്മെൻറ്റ് ലെറ്റർ ഡൗൺലോഡ് ചെയ്തെടുക്കാം. അപ്പോൾ ആ ഒരു അലോട്ട്മെൻറ്റ് ലെറ്റർ ഡൗൺലോഡ് ചെയ്തെടുത്ത ശേഷം അത് നിങ്ങൾക്ക് പ്രിൻ്റ് എടുക്കാവുന്നതാണ്. ആ പ്രിൻ്റ് എടുത്ത ശേഷം അതായത് 2 പേജാണ് ഉണ്ടാവുക. അപ്പോൾ 2 A4 ഷീറ്റുകളിലായിട്ട് പ്രിൻ്റ് എടുക്കുക. അപ്പോൾ അതിനുശേഷം നിങ്ങൾക്ക് അതിൻ്റെ ഫ്രണ്ട് പേജിലാണ് നിങ്ങൾ അഡ്മിഷൻ എടുക്കാൻ പോകുന്ന സമയത്ത് എന്തൊക്കെ ഡോക്യുമെൻറ്റ്സാണ് ഹാജരാക്കുന്നത് എന്നുള്ള ഡീറ്റെയിൽസ് പൂരിപ്പിക്കേണ്ടത്. അപ്പോൾ എങ്ങനെയാണ് ഈ ഒരു അലോട്ട്മെൻറ്റ് ലെറ്റർ പൂരിപ്പിക്കുക എന്നുള്ള കാര്യം നമുക്ക് നോക്കാം. അപ്പോൾ ആദ്യം തന്നെ വിദ്യാർത്ഥികൾക്ക് ഇവിടെ കാണാൻ സാധിക്കുന്നതാണ് +1 അഡ്മിഷൻ 2025, അതായത് 2025-ലെ +1 അഡ്മിഷൻ കാൻഡിഡേറ്റ് തേർഡ് അലോട്ട്മെൻറ്റ് എന്ന് പറഞ്ഞുകൊണ്ട് കാണാം. നിങ്ങൾക്ക് തേർഡ് അലോട്ട്മെൻറ്റിലാണ് അലോട്ട്മെൻറ്റ് കിട്ടിയതെന്നാണ് കാൻഡിഡേറ്റ് തേർഡ് അലോട്ട്മെൻറ്റ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അതുപോലെ തന്നെ ലിസ്റ്റ് ഓഫ് ഡോക്യുമെൻറ്റ് ടു ബി പ്രൊഡ്യൂസ്ഡ് അറ്റ് ദ ടൈം ഓഫ് അഡ്മിഷൻ ബൈ ആപ്ലിക്കൻറ്റ് ആൻഡ് പാരൻറ്റ് ഫർണിഷ് ഡീറ്റെയിൽസ്, അതായത് നിങ്ങൾ അഡ്മിഷൻ സമയത്ത് എന്തൊക്കെ ഡോക്യുമെൻറ്റ്സ് ആണോ ഹാജരാക്കുന്നത് അതിൻ്റെ ഡീറ്റെയിൽസ് പൂരിപ്പിക്കാനാണ് പറയുന്നത്. അപ്പോൾ ഇതിൽ ഒന്നാമതായിട്ട് കൊടുത്തിട്ടുള്ളത് ക്വാളിഫയിങ് എക്സാമിനേഷൻ സർട്ടിഫിക്കറ്റ്. അത് നിങ്ങൾ SSLC സർട്ടിഫിക്കറ്റ് നിങ്ങൾ അഡ്മിഷൻ സമയത്ത് സ്കൂളിൽ പോകുമ്പോൾ എടുക്കുന്നുണ്ട് എങ്കിൽ, അത് അഡ്മിഷൻ സമയത്ത് നിങ്ങൾക്ക് ഇപ്പോൾ SSLC സർട്ടിഫിക്കറ്റ് കിട്ടാത്ത വിദ്യാർത്ഥികൾക്കാണെങ്കിൽ നിങ്ങളിവിടെ നോ എന്നിടുക. നിങ്ങളുടെ കയ്യിൽ അഡ്മിഷൻ സമയത്ത് SSLC സർട്ടിഫിക്കറ്റ് ഒറിജിനൽ ഉണ്ടെങ്കിൽ യെസ് കൊടുക്കുക, ഇല്ല എന്നുണ്ടെങ്കിൽ നോ എന്ന് ടിക്ക് ചെയ്ത് കൊടുക്കുക. എൻ്റെ കയ്യിൽ ആ ഒരു SSLC സർട്ടിഫിക്കറ്റ് കിട്ടിയിട്ടില്ല, അപ്പോൾ അതുകൊണ്ട് ഞാൻ നോ എന്ന് ടിക്ക് ചെയ്ത് കൊടുക്കുന്നു. നിങ്ങളുടെ കയ്യിൽ ഉണ്ടെങ്കിൽ അത് യെസ് എന്ന് കൊടുക്കാം. അപ്പോൾ അഡ്മിഷൻ സമയത്ത് ഹാജരാക്കേണ്ടതായിട്ടുണ്ട്. ഇനി അടുത്തതായിട്ടുള്ളത് നിങ്ങളുടെ രജിസ്റ്റർ നമ്പർ, SSLCയുടെ രജിസ്റ്റർ നമ്പർ എന്താണോ അത് അവിടെ എഴുതുക. അതിനുശേഷം നിങ്ങൾക്ക് TC ആൻഡ് കോൺടാക്റ്റ് സർട്ടിഫിക്കറ്റ്, അത് നിങ്ങൾ TCയും സ്വഭാവ സർട്ടിഫിക്കറ്റും അഡ്മിഷൻ സമയത്ത് നിങ്ങൾ ഹാജരാക്കേണ്ടതാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ യെസ് ടിക്ക് ചെയ്യുന്നു. അതിനുശേഷം TC നമ്പർ ആൻഡ് ഡേറ്റ് ഓഫ് TC എന്ന് പറഞ്ഞുകൊണ്ട് കൊടുത്തിട്ടുണ്ട്. ഇവിടെ നിങ്ങളുടെ TCയിലെ ആ ഒരു TC നമ്പറും അതുപോലെ തന്നെ നിങ്ങളുടെ ആ ഒരു TCയിൽ ഡേറ്റ് ഉണ്ടാകും. TC എപ്പോഴാണ് ഇഷ്യൂ ചെയ്തത് ആ ഒരു ഡേറ്റ് ഉണ്ടാവും. അപ്പോൾ നിങ്ങൾ TCയിലെ ആ ഒരു നമ്പറും അതുപോലെ തന്നെ ഡേറ്റ് നോക്കി കൃത്യമായിട്ടത് അവിടെ എഴുതുക. ഇനി അത് പ്രിൻ്റ് എടുത്ത ശേഷമാണ് ഇതിൽ പൂരിപ്പിക്കേണ്ടത്. ഇതിൽ 2 പേജ് ഉണ്ടാവും. അപ്പോൾ ആ 2 പേജും 2 A4 ഷീറ്റിലായിട്ടാണ് നിങ്ങൾ പ്രിൻ്റ് എടുക്കേണ്ടത്. അതിനുശേഷം മൂന്നാമത്തെ ആ ചോദ്യം എന്ന് പറയുന്നത് മൈഗ്രേഷൻ സർട്ടിഫിക്കറ്റ് അതർ ദാൻ കേരള ബോർഡ്. നിങ്ങളിപ്പോൾ കേരളത്തിൽ +1 ഈ ഒരു കേരളത്തിൽ SSLC പഠിച്ച വിദ്യാർത്ഥികളാണെങ്കിൽ ഇവിടെ നോ എന്ന് എഴുതുക. CBSE വിദ്യാർത്ഥികളൊക്കെ ആണെങ്കിൽ നിങ്ങൾക്ക് മൈഗ്രേഷൻ സർട്ടിഫിക്കറ്റ് കിട്ടിയിട്ടുണ്ടാകും. അപ്പോൾ അങ്ങനെയെങ്കിൽ യെസ് എന്ന് കൊടുക്കുക. അതുപോലെ തന്നെ ഇക്വലൻസി സർട്ടിഫിക്കറ്റ് ഫോർ അതർ സ്കീം, നിങ്ങൾ ഈ ഒരു അപേക്ഷ സമർപ്പിക്കുന്ന സമയത്ത് നിങ്ങൾ ഈ ഒരു SSLC 2024-25 എന്നായിരിക്കും സെലക്ട് ചെയ്തിട്ടുണ്ടാവുക. അതുപോലെ തന്നെ അതർ എന്നുള്ളൊരു ഓപ്ഷൻ ഉണ്ട്. അപ്പോൾ അതർ എന്നുള്ള സെലക്ട് ചെയ്തവർ മാത്രമേ ഈ ഒരു 4ാമത്തെ കോളത്തിൽ യെസ് എന്ന് കൊടുക്കാറുണ്ടൂ, അല്ലാത്തവരൊക്കെ നോ എന്നാണ് കൊടുക്കേണ്ടത്. അടുത്തത് 5ാമത്തേത് കളർ പാസ്പോർട്ട് സൈസ് ഫോട്ടോഗ്രാഫ് ആൻഡ് ദ സെയിം ഫോട്ടോഗ്രാഫ് ഇൻ ഡിജിറ്റൽ ഫോർമാറ്റ് ഷുഡ് ബി പ്രൊഡ്യൂസ്ഡ് അറ്റ് ദ ടൈം ഓഫ് പെർമനൻറ്റ് അഡ്മിഷൻ. അത് നിങ്ങളുടെ 2 പാസ്പോർട്ട് സൈസ് ഫോട്ടോ എടുക്കുക. ഇതാണ് അഡ്മിഷൻ സമയത്ത് കൊണ്ടുപോകേണ്ടത്. അതിൻ്റെ ഡിജിറ്റൽ കോപ്പി എന്ന് പറയുന്നുണ്ട്, അത് നിങ്ങൾ കൊണ്ടുപോകേണ്ട, അത് സ്കൂളിൽ നിന്ന് സ്കാൻ ചെയ്ത് ഡിജിറ്റൽ കോപ്പി എടുത്തോളും. ഇനി അടുത്തതായിട്ടുള്ളത് വെദർ അറ്റാച്ച്ഡ് ആധാർ, നിങ്ങൾ ആധാർ കാർഡ് ആ ഒരു നമ്പർ നിങ്ങൾ +1 അപേക്ഷ കൊടുക്കുന്ന സമയത്ത് അപേക്ഷയിൽ കൊടുത്തിട്ടുണ്ടോ എന്നാണ് ചോദിക്കുന്നത്. ഉണ്ടെങ്കിൽ യെസ് എന്നും ഇല്ലെങ്കിൽ നോ എന്നും ടിക്ക് ചെയ്ത് കൊടുക്കുക. ഞാൻ കൊടുത്തതുകൊണ്ട് യെസ് എന്ന് കൊടുക്കുന്നു. അതിനുശേഷം ഇവിടെ ആധാർ നമ്പർ എന്നുള്ളിടത്ത് നിങ്ങളുടെ ആധാർ കാർഡിൻ്റെ നമ്പർ എഴുതുക. ഇനി അടുത്തതായിട്ട് ഉള്ളത് 7 അതർ സർട്ടിഫിക്കറ്റ് പ്രൊഡ്യൂസ്ഡ് ഫോർ അഡ്മിഷൻ. അത് നിങ്ങൾ അഡ്മിഷൻ സമയത്ത് എന്തൊക്കെ ഡോക്യുമെൻറ്റ്സ് ആണ് ഹാജരാക്കേണ്ടത് എന്നുള്ള മറ്റ് ഡീറ്റെയിൽസുകൾ ഇവിടെ രേഖപ്പെടുത്തിയിട്ടുണ്ടാവും. അപ്പോൾ നിങ്ങളിപ്പോൾ
ഈ ഒരു ബോണസ് പോയിന്റ് ടൈ ബ്രേക്ക് സർട്ടിഫിക്കറ്റ് ഡീറ്റെയിൽസ് ഒക്കെ കൊടുത്തിട്ടുണ്ടെങ്കിൽ അതിൻ്റെ സർട്ടിഫിക്കറ്റ് ഡീറ്റെയിൽസ് ഒക്കെ ഇവിടെ കൊടുത്തിട്ടുണ്ടാവും. അപ്പോൾ അതിൽ പറഞ്ഞ പ്രകാരമുള്ള സർട്ടിഫിക്കറ്റ് ഒക്കെ നിങ്ങൾ അഡ്മിഷൻ സമയത്ത് ഹാജരാക്കണം. ഇവിടെ സർട്ടിഫിക്കറ്റ് ഡീറ്റെയിൽസ്, അതുപോലെ തന്നെ സർട്ടിഫിക്കറ്റ് നമ്പർ, അതുപോലെ ഡേറ്റ് ഓഫ് ഇഷ്യൂ, അതുപോലെ ഇഷ്യൂയിങ് അതോറിറ്റി എന്നിവ അവിടെ രേഖപ്പെടുത്തിയിട്ടുണ്ടാവും. ഇവിടെ നിങ്ങൾ സ്കൂൾ വെരിഫിക്കേഷൻ റിമാർക്സ് എന്നുള്ള ഭാഗത്ത് നിങ്ങളെല്ലാം ഫില്ല് ചെയ്യേണ്ടത് സ്കൂളിൽ നിന്ന് ഫില്ല് ചെയ്യുന്നതായിരിക്കും. അത് നിങ്ങൾ അഡ്മിഷന് ആ ഒരു ഡോക്യുമെൻറ്റ്സ് ഒക്കെ എടുത്തിട്ടുണ്ടോ എന്നുള്ളത് കൃത്യമായിട്ട് നോക്കിയിട്ട് അത് സ്കൂളിൽ നിന്നാണ് ഫില്ല് ചെയ്യുക. ഇനി അടുത്തതായിട്ടുള്ളത് സെക്കൻഡ് ലാംഗ്വേജ് ഓപ്റ്റഡ് എന്നുള്ളതാണ് 8ാമത്തെ ചോദ്യം. അപ്പോൾ സെക്കൻഡ് ലാംഗ്വേജ് ഓപ്റ്റഡ് എന്നുള്ള ഭാഗത്ത് നിങ്ങൾ ഏത് സെക്കൻഡ് ലാംഗ്വേജ് ആണ് തിരഞ്ഞെടുക്കുന്നത് എന്നാണ് ചോദിക്കുന്നത്. അപ്പോൾ അലോട്ട്മെൻറ്റ് ലെറ്ററിൻ്റെ ഏറ്റവും താഴത്തെ പേജിലായിട്ട് നിങ്ങൾക്ക് കാണാൻ പറ്റും സെക്കൻഡ് ലാംഗ്വേജ് അവൈലബിൾ ഇൻ ദി സ്കൂൾ എന്ന് പറഞ്ഞുകൊണ്ട് മലയാളം, അതുപോലെ തന്നെ ഹിന്ദി എന്നിവ ഉണ്ടാവും. അതുപോലെ തന്നെ സംസ്കൃതം, അതുപോലെ ഉറുദു, അറബിക്, അതുപോലുള്ള വിവിധ ലാംഗ്വേജുകൾ ചില സ്കൂളുകളിൽ ഉണ്ടാവും. ചില സ്കൂളിൽ ആകെ മലയാളവും ഹിന്ദിയും മാത്രമേ ഉണ്ടാവുള്ളൂ. അപ്പോൾ അങ്ങനെയെങ്കിൽ നിങ്ങൾക്ക് അതിൽ ഏത് സെക്കൻഡ് ലാംഗ്വേജ് ആണ് പഠിക്കാനായിട്ട് ആഗ്രഹം, ആ ഒരു സെക്കൻഡ് ലാംഗ്വേജ് നിങ്ങൾക്ക് സെക്കൻഡ് ലാംഗ്വേജ് ആയിട്ട് കൊടുക്കാവുന്നതാണ്. ഇനി അടുത്തതായിട്ടുള്ളത് സിഗ്നേച്ചർ ഓഫ് സ്റ്റുഡൻറ്റ് എന്ന് പറഞ്ഞുകൊണ്ട് കാണാം. അത് സിഗ്നേച്ചർ ഓഫ് സ്റ്റുഡൻറ്റ് എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ ഒപ്പാണ്. ഇവിടെ നിങ്ങളുടെ ഒപ്പിടുക. അതുപോലെ ഇവിടെ നിങ്ങളുടെ സിഗ്നേച്ചർ ഓഫ് പാരൻറ്റ് എന്നുള്ള ഭാഗത്ത് ഇവിടെ നിങ്ങളുടെ പാരൻറ്റിൻ്റെ സിഗ്നേച്ചർ, അതായത് ഒപ്പിടുക. അതിനുശേഷം ഇവിടെ ഫീ ടു ബി പെയ്ഡ് അറ്റ് ദ ടൈം ഓഫ് അഡ്മിഷൻ എന്ന് പറഞ്ഞുകൊണ്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇവിടെ നിങ്ങൾക്ക് കാണാം ദിസ് കാൻഡിഡേറ്റ് ബിലോങ് ടു SC ആസ് പെർ ആപ്ലിക്കേഷൻ, ഹെൻസ് he or she is exempted from remitting fee except cost of application and caution deposit. In order to get a free fee exemption, he has to produce കാസ്റ്റ് ഓർ കമ്മ്യൂണിറ്റി സർട്ടിഫിക്കറ്റ്. അതായത് ഇത് SC/ST വിദ്യാർത്ഥികൾക്ക് അപ്ലിക്കേഷൻ പ്രകാരം SC/ST വിദ്യാർത്ഥിക്ക് കിട്ടിയിട്ടുണ്ടായിരുന്ന അലോട്ട്മെൻ്റ് ആണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ആ ഒരു വിദ്യാർത്ഥിക്ക് അപ്ലിക്കേഷൻ ഫീസോ അതുപോലെ തന്നെ കോഷൻ ഡെപ്പോസിറ്റോ വേണ്ട. അപ്പോൾ അതുകൊണ്ട് തന്നെ ആ ഒരു വിദ്യാർത്ഥി അഡ്മിഷൻ സമയത്ത് കാസ്റ്റ് അല്ലെങ്കിൽ കമ്മ്യൂണിറ്റി സർട്ടിഫിക്കറ്റ് എടുക്കേണ്ടതാണ് എന്നാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ അഡ്മിഷൻ സമയത്ത് നിങ്ങളുടെ കാസ്റ്റ് തെളിയിക്കുന്നതിനായിട്ട് SSLC സർട്ടിഫിക്കറ്റ് ഉണ്ടെങ്കിൽ അതിലുണ്ടാവും. അതുപോലെ തന്നെ കാസ്റ്റ് സർട്ടിഫിക്കറ്റ് അല്ലെങ്കിൽ കമ്മ്യൂണിറ്റി സർട്ടിഫിക്കറ്റ് നിങ്ങളുടെ കയ്യിലുണ്ടെങ്കിൽ അത് നിങ്ങൾ നിർബന്ധമായിട്ടും അഡ്മിഷൻ സമയത്ത് എടുക്കുക, അത് ആവശ്യമാണ്. അതുപോലെ തന്നെ ഇവിടെ നിങ്ങൾക്ക് കാണാം ഫീ ഹെഡ് എന്ന് പറഞ്ഞുകൊണ്ട് എമൗണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് കൊടുത്തത് കാണാം. ഇവിടെ നിങ്ങൾക്ക് എത്ര രൂപയാണോ ഫീസ് വരുന്നത് ആ ഒരു ഫീസ് നിങ്ങൾ എത്ര രൂപയാണോ അതിൽ പറഞ്ഞിട്ടുള്ളത് ആ ഒരു ഫീസ് നിങ്ങൾ എടുക്കേണ്ടതാണ്. അതുകൂടാതെ തന്നെ നിങ്ങൾക്ക് ഇവിടെ PTA ഫണ്ട് ഉണ്ട്, അതുപോലെ തന്നെ PTA മെമ്പർഷിപ്പ് ഫീസ് ഉണ്ട്. ഇതൊക്കെ നിങ്ങൾ അഡ്മിഷൻ സമയത്ത് അടക്കേണ്ടതായിട്ട് വരും. അപ്പോൾ ഇവിടെ PTA ഫണ്ട് 100, PTA മെമ്പർഷിപ്പ് ഫീസ് 100 രൂപ, PTA ഡൊണേഷൻ 400 രൂപയാണ് ഫീസ് വരുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു SC/ST വിദ്യാർത്ഥികൾക്ക് ഈ ഒരു ഫീസ് PTA ഡൊണേഷനോ PTA മെമ്പർഷിപ്പ് ഫീസോ നിർബന്ധമല്ല എന്നാണ് പറഞ്ഞിട്ടുള്ളത്. അത് നിങ്ങൾക്ക് വേണമെങ്കിൽ മാത്രമേ കൊടുക്കേണ്ടതായിട്ടുള്ളൂ, ബാക്കിയുള്ളവർക്ക് അത് കൊടുക്കേണ്ടതായിട്ട് വരും. അതുപോലെ തന്നെ ക്വാളിഫയിങ് എക്സാമിനേഷൻ രജിസ്റ്റർ നമ്പർ, ഇവിടെ നിങ്ങളുടെ SSLCയുടെ രജിസ്റ്റർ നമ്പർ എഴുതുക. ഇവിടെ മന്ത് ആൻഡ് ഇയർ ഓഫ് പാസ് എന്ന് പറഞ്ഞുകൊണ്ട് കൊടുത്തിട്ടുണ്ടാകും. അവിടെ നിങ്ങൾ SSLC പാസ്സായ വർഷം, ഈ വർഷം SSLC കഴിഞ്ഞതാണെങ്കിൽ മെയ് 2025 നിങ്ങൾ മുൻ വർഷങ്ങൾ CBSE അല്ലെങ്കിൽ മറ്റേതെങ്കിലും ഒക്കെ ആണെങ്കിൽ നിങ്ങൾ അതിനനുസരിച്ച് അതിൻ്റെ റിസൾട്ട് വന്ന ഡേറ്റ് കൃത്യമായിട്ട് രേഖപ്പെടുത്തുക. ഇനി അടുത്തതായിട്ടുള്ളത് ഇവിടെ രണ്ടാമത്തെ ഓപ്ഷനായിട്ട് കൊടുത്തിട്ടുള്ളത് കാറ്റഗറിയാണ്. അപ്പോൾ ഇവിടെ കാറ്റഗറി എന്നുള്ള ഭാഗത്ത് നിങ്ങൾ ഫില്ല് ചെയ്യേണ്ടത് നിങ്ങളുടെ കാറ്റഗറി ഏതാണ് എന്നുള്ളതാണ്. അപ്പോൾ ഇതിന് 2 പേജ് അലോട്ട്മെൻറ്റ് ലെറ്റർ ഉണ്ട് എന്ന് പറഞ്ഞു. രണ്ടാമത്തെ പേജിൽ നിങ്ങൾക്ക് നിങ്ങളുടെ ഡീറ്റെയിൽസ് കൊടുത്തതിൻ്റെ അവിടെ തന്നെ കാറ്റഗറി നെയിം എന്ന് പറഞ്ഞുകൊണ്ട് കൊടുത്തിട്ടുണ്ടാകും. അപ്പോൾ അവിടെ എന്താണ് കാറ്റഗറി നെയിം കൊടുത്തിട്ടുള്ളത് അതാണ് ഇവിടെ പൂരിപ്പിക്കേണ്ടത്. നിങ്ങൾക്ക് ഡൗട്ട് ഉണ്ടെങ്കിൽ സ്കൂൾ ഹെൽപ്പ് ഡെസ്ക് മുഖാന്തരം അത് ഫില്ല് ചെയ്താൽ മതിയാകും. അതുപോലെ തന്നെ ഇവിടെ അലോട്ടഡ് കാറ്റഗറി എന്ന് പറഞ്ഞുകൊണ്ട് കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് ഏത് കോട്ടയിലാണോ അലോട്ട്മെൻറ്റ് കിട്ടിയിട്ടുള്ളത് എന്നുള്ളത്. അപ്പോൾ അലോട്ടഡ് കാറ്റഗറി എന്താണെന്ന് ഞാൻ ജസ്റ്റ് ഒന്ന് നിങ്ങൾക്ക് കാണിച്ചു തരാം. അപ്പോൾ അലോട്ടഡ് കാറ്റഗറി എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങളുടെ അലോട്ട്മെൻറ്റ് ലെറ്ററിൻ്റെ ഏറ്റവും താഴെയായിട്ട് നിങ്ങൾക്ക് ഏത് കാറ്റഗറിയിലാണ് അലോട്ട്മെൻറ്റ് കിട്ടിയിട്ടുള്ളത് എന്നുള്ളത് രേഖപ്പെടുത്തിക്കണം. അതായത് അവിടെ ഏത് സ്കൂളിലാണ്, ഏത് കോമ്പിനേഷനിലാണ്, ഏത് അലോട്ടഡ് കാറ്റഗറിയിലാണ് എന്നിവ കൊടുത്തിട്ടുണ്ടാകും. അപ്പോൾ നിങ്ങൾക്ക് അവിടെ അലോട്ടഡ് കാറ്റഗറി എന്നുള്ള ഭാഗത്ത് നിങ്ങൾക്ക് ഏത് കാറ്റഗറിയിലാണോ അലോട്ട്മെൻറ്റ് കിട്ടിയത് അതാണ് നിങ്ങളുടെ അലോട്ടഡ് കാറ്റഗറി. ചില വിദ്യാർത്ഥികൾക്ക് ഇവിടെ നിങ്ങളിപ്പോൾ മുസ്ലിം ആയിക്കോട്ടെ, അല്ലെങ്കിൽ SC ആയിക്കോട്ടെ, അല്ലെങ്കിൽ ST ആയിക്കോട്ടെ, അല്ലെങ്കിൽ OBC ഉണ്ടാവില്ല, അതുപോലെ തന്നെ ഈ ഒരു OBH, അതായത് OBH അല്ല, അതുപോലെ തന്നെ ഇയവ, തിയ, ബില്ലാവ ഇതായിക്കോട്ടെ. അതുപോലെ നിങ്ങൾ ഏത് വിഭാഗത്തിലായിരുന്ന വിദ്യാർത്ഥികളായിരുന്നാലും നിങ്ങൾക്കിവിടെ ചിലപ്പോൾ ജനറൽ ആയിരിക്കും ഉണ്ടാവുക. അലോട്ടഡ് കാറ്റഗറി എന്നുള്ള ഭാഗത്ത് ജനറൽ എന്ന് പറഞ്ഞുകൊണ്ടാണ് കാണാൻ പറ്റുക. അപ്പോൾ ജനറൽ എന്ന് പറഞ്ഞാൽ എല്ലാ വിദ്യാർത്ഥികൾക്കും അതിൽ സീറ്റ് കിട്ടും. അതായത് SC ആയിക്കോട്ടെ, ST ആയിക്കോട്ടെ, അല്ലെങ്കിൽ മുസ്ലിം കാറ്റഗറി ആയിക്കോട്ടെ, അതുപോലെ തന്നെ ഈ ഒരു ഇയവ, തിയ, ബില്ലാവ ആയിക്കോട്ടെ, അതായത് ETB വിഭാഗം ആയിക്കോട്ടെ, അതുപോലെ തന്നെ ഏതൊരു വിഭാഗം ആയിക്കോട്ടെ ആ ഒരു വിഭാഗത്തിനൊക്കെ എല്ലാവർക്കും ഈ ഒരു ജനറൽ കാറ്റഗറി, അത് EWS ആണെങ്കിൽ പോലും ജനറൽ കാറ്റഗറിയിൽ ചിലപ്പോൾ അലോട്ട്മെൻറ്റ് കിട്ടും. അപ്പോൾ അതുകൊണ്ട് തന്നെ അലോട്ടഡ് കാറ്റഗറി എന്നുള്ള ഭാഗത്ത് നിങ്ങളുടെ കാറ്റഗറി ഏതാണ് കൊടുത്തിട്ടുള്ളത് അതാണ് നിങ്ങൾ അവിടെ കൊടുക്കേണ്ടത്. ഇപ്പോൾ ജനറൽ ആണ് ഇവിടെ കൊടുത്തിട്ടുള്ളതെങ്കിൽ ജനറൽ എന്നുള്ളത് നിങ്ങൾക്ക് കൊടുക്കാം. ഞാൻ ജസ്റ്റ് നിങ്ങൾക്ക് അതൊന്ന് കാണിച്ചു തരാം. ജനറൽ എന്നുള്ളത് വന്നിട്ടുള്ളത്
അപ്പോൾ നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കുന്നതാണ്. ഇതിൽ നിങ്ങൾക്ക് കാണാം അലോട്ടഡ് കാറ്റഗറി എന്നുള്ളത് ജനറൽ എന്ന് വന്നത് കാണാം. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു ഏത് കാറ്റഗറിയിൽ അലോട്ട്മെൻറ്റ് കിട്ടിയിട്ടുണ്ട് എന്നുള്ളത് നിങ്ങളിവിടെ അലോട്ടഡ് കാറ്റഗറി നോക്കിയാൽ മതി. ചിലപ്പോൾ നിങ്ങളുടെ സ്വന്തം കാറ്റഗറി ആയിരിക്കും, അതായത് ചിലപ്പോൾ ഒരു SC കാറ്റഗറി ആയിരിക്കാം, ST കാറ്റഗറി ആയിരിക്കാം, അതല്ലെങ്കിൽ മുസ്ലിം കാറ്റഗറി ആയിരിക്കാം, അല്ലെങ്കിൽ EWS ആയിരിക്കാം, അല്ലെങ്കിൽ ETB ആയിരിക്കാം. അതുപോലെ പല വിഭാഗത്തിൽ നിങ്ങളുടെ കാറ്റഗറി എന്താണോ അതിലായിരിക്കും ചിലപ്പോൾ കിട്ടിയിട്ടുണ്ടാവുക. ചിലപ്പോൾ ഇതുപോലെ ജനറൽ കാറ്റഗറിയിലായിരിക്കും കിട്ടിയിട്ടുണ്ടാവുക. അപ്പോൾ ഇവിടെ അലോട്ടഡ് കാറ്റഗറിയുടെ ഭാഗത്ത് എന്താണ് കൊടുത്തിട്ടുള്ളത് അതാണ് നിങ്ങൾക്ക് അലോട്ടഡ് കാറ്റഗറി എന്നുള്ള ഭാഗത്ത് നിങ്ങൾ എഴുതേണ്ടത്. അപ്പോൾ നിങ്ങളത് കൃത്യമായിട്ട് നോക്കിയിട്ട് നിങ്ങളുടെ അലോട്ടഡ് കാറ്റഗറി ഭാഗത്ത് എന്താണ് കൊടുത്തത് അത് കൃത്യമായിട്ട് ഫില്ല് ചെയ്യുക. അപ്പോൾ നിങ്ങൾക്ക് ഇവിടെ മനസ്സിലായിട്ടുണ്ടാവും, അതായത് ഈ ഒരു അലോട്ടഡ് കാറ്റഗറിയുടെ ഭാഗത്ത് എന്താണ് ഫില്ല് ചെയ്യേണ്ടതെന്ന് മനസ്സിലായിട്ടുണ്ടാവും. അപ്പോൾ ഇത്രയുമാണ് നിങ്ങൾക്കിതിൽ പൂരിപ്പിക്കാനുള്ളത്. ഇനി പ്രത്യേകിച്ച് ബാക്കിയുള്ളതൊക്കെ സ്കൂളിൽ നിന്നാണ് ഫില്ല് ചെയ്യുക. അപ്പോൾ ഇനി അഡ്മിഷനായിട്ട് വേണ്ട ഡോക്യുമെൻറ്റ്സ് എന്തൊക്കെയാണെന്ന് പറയാം. ഒന്നാമത്തേത് നിങ്ങളുടെ അലോട്ട്മെൻറ്റ് മെമ്മോയാണ്. അപ്പോൾ ഒന്നാമത്തേത് അലോട്ട്മെൻറ്റ് മെമ്മോ, അടുത്തത് നിങ്ങളുടെ SSLC സർട്ടിഫിക്കറ്റ്, ഒറിജിനൽ കിട്ടിയിട്ടില്ല എങ്കിൽ SSLC റിസൾട്ടിൻ്റെ കോപ്പി മതി. അടുത്തത് TC ആണ്. അടുത്തത് കോൺടാക്ട് സർട്ടിഫിക്കറ്റ്, സ്വഭാവ സർട്ടിഫിക്കറ്റ് ആണ്. അതുപോലെ തന്നെ ടൈ ബ്രേക്ക് സർട്ടിഫിക്കറ്റ് ഉണ്ടെങ്കിൽ ടൈ ബ്രേക്ക് സർട്ടിഫിക്കറ്റ്, അതുപോലെ ബോണസ് പോയിന്റ് സർട്ടിഫിക്കറ്റ് ഉണ്ടെങ്കിൽ ബോണസ് പോയിന്റ് സർട്ടിഫിക്കറ്റ്, അതുപോലെ തന്നെ ആധാർ കാർഡിൻ്റെ കോപ്പി, അതുപോലെ തന്നെ നിങ്ങളുടെ 2 പാസ്പോർട്ട് സൈസ് ഫോട്ടോ, അതുപോലെ തന്നെ നിങ്ങൾ EWS വിഭാഗമാണെങ്കിൽ EWS സർട്ടിഫിക്കറ്റ്, അതുപോലെ സ്പോർട്സ് കോട്ടയിൽ അലോട്ട്മെൻറ്റ് ലഭിച്ച വിദ്യാർത്ഥികളാണെങ്കിൽ സ്പോർട്സ് കോട്ടയുടെ അപേക്ഷ സമർപ്പിച്ച സമയത്ത് നൽകിയിട്ടുണ്ടായിരുന്ന ആ ഒരു സ്പോർട്സ് കോട്ട സർട്ടിഫിക്കറ്റുകൾ, അതുപോലെ തന്നെ വിദ്യാർത്ഥികൾ SC/ST വിദ്യാർത്ഥികളാണെങ്കിൽ കാസ്റ്റ് അല്ലെങ്കിൽ കമ്മ്യൂണിറ്റി സർട്ടിഫിക്കറ്റ്, കാസ്റ്റ് ഓർ കമ്മ്യൂണിറ്റി സർട്ടിഫിക്കറ്റ്, നിങ്ങൾക്ക് ഏത് സർട്ടിഫിക്കറ്റാണ് നിങ്ങളുടെ കയ്യിലുള്ളത് ആ ഒരു കാസ്റ്റ് ഓർ കമ്മ്യൂണിറ്റി സർട്ടിഫിക്കറ്റ് എടുക്കുക. അതുപോലെ തന്നെ വിദ്യാർത്ഥികൾക്ക് അടുത്തത് നിങ്ങളുടെ അഡ്മിഷൻ ഫീസാണ്. അഡ്മിഷൻ ഫീസ് എടുക്കുക. അതുപോലെ തന്നെ നിങ്ങൾ ട്രാൻസ്ഫറിന് അപേക്ഷിക്കുന്നുള്ള വിദ്യാർത്ഥികളാണെങ്കിൽ നിങ്ങൾ യൂണിഫോം വാങ്ങിക്കേണ്ടതില്ല. കാരണം യൂണിഫോമിന് ഏകദേശം ഒരു 2000 ആ ഒരു റേഞ്ചിൽ ഫീസ്, അതായത് പൈസ വരുന്നതായിരിക്കും. അതുകൊണ്ട് തന്നെ മറ്റൊരു സ്കൂളിലേക്ക് ട്രാൻസ്ഫർ ആഗ്രഹിക്കുന്ന വിദ്യാർത്ഥികളാണെങ്കിൽ യൂണിഫോം വാങ്ങിക്കേണ്ടതില്ല. അപ്പോൾ ഇതിനോടൊപ്പം തന്നെ നിങ്ങൾ EWS വിഭാഗത്തിലുള്ള വിദ്യാർത്ഥികളാണെങ്കിൽ EWS സർട്ടിഫിക്കറ്റ് എടുക്കേണ്ടതാണ്. അതുപോലെ വേറെ എന്തെങ്കിലും റിസർവേഷൻസ് ഉണ്ടെങ്കിൽ അതുമായി ബന്ധപ്പെട്ടുള്ള ഡോക്യുമെൻറ്റ്സ് എടുക്കേണ്ടതാണ്. അതുപോലെ തന്നെ ഇതോടൊപ്പം ചില സ്കൂളിൽ നാറ്റിവിറ്റി സർട്ടിഫിക്കറ്റ് ചോദിക്കാറുണ്ട്. അപ്പോൾ അങ്ങനെയെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളുടെ ബർത്ത് സർട്ടിഫിക്കറ്റ് എടുക്കാവുന്നതാണ്. അതുപോലെ തന്നെ ചില സ്കൂളുകളിൽ റെസിഡൻഷ്യൽ സർട്ടിഫിക്കറ്റ് ചോദിക്കുന്നുണ്ട് എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെയുള്ള വിദ്യാർത്ഥികൾ ചെയ്യേണ്ടത് നിങ്ങളുടെ റേഷൻ കാർഡ് എടുത്താൽ മതി. അപ്പോൾ റേഷൻ കാർഡ് അതിൻ്റെ കോപ്പിയും എടുക്കുക. അതുപോലെ റേഷൻ കാർഡ് ഒറിജിനൽ കൊടുക്കരുത്, കോപ്പി മാത്രമേ സ്കൂളിൽ കൊടുക്കാവൂ. കാരണം റേഷൻ കാർഡിൻ്റെ ഒറിജിനൽ യാതൊരു കാരണവശാലും കൈമാറാൻ പാടില്ല എന്നുള്ളത് നിയമമാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ആ ഒരു കാര്യം കൂടി നിങ്ങൾ ശ്രദ്ധിക്കാം. അപ്പോൾ റേഷൻ കാർഡിൻ്റെ കോപ്പി മാത്രമേ സ്കൂളിൽ കൊടുക്കാൻ പാടുള്ളൂ. അതുപോലെ തന്നെ നിങ്ങൾക്ക് അഡ്മിഷനായിട്ട് വേണ്ട ഫീസും കാര്യങ്ങളൊക്കെ നിങ്ങൾ എടുക്കുക. അപ്പോൾ ഇത്രയുമാണ് നിങ്ങൾക്ക് അഡ്മിഷനായിട്ട് വേണ്ടത്. അപ്പോൾ അലോട്ട്മെൻറ്റ് ലഭിച്ച വിദ്യാർത്ഥികൾ നിർബന്ധമായിട്ടും അലോട്ട്മെൻറ്റ് ലഭിച്ച സ്കൂളിൽ പോയിട്ട് ജോയിൻ ചെയ്യുക. ജോയിൻ ചെയ്തിട്ടില്ലെങ്കിൽ കിട്ടിയിട്ടുള്ള സീറ്റ് നിങ്ങൾക്ക് നഷ്ടപ്പെടുന്നതായിരിക്കും. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ ഉപകാരപ്രദമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്.